വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഫ്രണ്ടിൽ പ്ലീറ്റ് വരുന്നതും ബാക്കിൽ എ ലൈൻ ആയിട്ടുള്ള നൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാം. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ കട്ടിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നൈറ്റി ബിറ്റിനെ 4 ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ആദ്യമേ തന്നെ വീതിക്ക് തുണീനൊന്ന് ഹാഫായിട്ട് മടക്കുക, പിന്നെ നീളത്തിൽ ഒന്നും കൂടി ഹാഫായിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ 4 ആയിട്ട് ഞാനിവിടെ തുണി മടക്കി ഇട്ടിട്ടുണ്ട്. 2 പീസായിട്ട് മടക്ക് വരുന്ന ഭാഗം ഈ ഒരു സൈഡിലാണ് കേട്ടോ ഉള്ളത്. അതുപോലെ തന്നെ മുകൾ ഭാഗം കംപ്ലീറ്റ് മടക്കാണ്. ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു തുണി മടക്കിയിട്ടതിൽ നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കണോ. ഇനി നമുക്കിതിൽ അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യം ബാക്ക് പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ബാക്ക് പോർഷനിൽ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടേ അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ 52.5 ഇഞ്ചാണ് വേണ്ടേ. അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് ഞാൻ ലെങ്ത്ത് 54 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് ഷോൾഡർ ഞാൻ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ നേരെ അടിയിലേക്ക് ആം ഹോളും 6.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ആം ഹോൾ എൻഡ് ചെയ്ത ഭാഗത്ത് ഞാൻ ചെസ്റ്റിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്യാണ്. അപ്പൊ ഞാനിവിടെ ചെസ്റ്റിന്റെ മെഷർമെന്റ് തയ്യൽ തുമ്പൊക്കെ കൂട്ടി 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് 10.5 ഇഞ്ച് വരുന്നത്, അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി അതിനൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ വേസ്റ്റിന്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേസ്റ്റിന്റെ ലെങ്ത് ഞാൻ 14 ഇഞ്ചാണ് മാർക്ക് ചെയ്യണേ, അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഹിപ്പിന്റെ ലെങ്ത് ഞാനൊരു 20 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേസ്റ്റിന്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 10.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ച് ഞാൻ 10 ഇഞ്ചാണ് വേസ്റ്റിന്റെ അവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ 10 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. ഇനി ഇതിനേക്കാൾ ഒരു 1.5 ഇഞ്ച് കൂട്ടി 11.5 ഇഞ്ചാണ് ഞാൻ ഹിപ്പിന്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ 11.5 ഇഞ്ച് ഹിപ്പിന്റെ അവിടുത്തെ വണ്ണവും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 3 പോയിന്റും ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഹിപ്പിന്റെ പോയിന്റ്. ഈ ഒരു പോയിന്റിന്റെ നേരെ അടിയിലേക്ക് നമുക്ക് അങ്ങ് ചെരിച്ച് അടിവരെ അങ്ങ് വരച്ചു കൊടുക്കാം. അങ്ങനെ അടിവരെ നമ്മൾ ചെരിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ 54 ഇഞ്ച് ലെങ്ത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ആം ഹോൾ കർവ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഈ ഒരു പോയിന്റിന്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് 3 ഇഞ്ച് വരുന്നത്, ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ആ ഒരു കർവ് അങ്ങ് നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ആം ഹോൾ കർവും വരച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ നെക്കിന്റെ വീതി മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ നെക്കിന്റെ വീതി 3 ഇഞ്ചാണ് കൊടുക്കണേ. അപ്പൊ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് ബാക്ക് നെക്ക് 3 ഇഞ്ച് വീതി മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ബാക്ക് നെക്കിന്റെ ഇറക്കം ഞാൻ 3.5 ഇഞ്ചും മാർക്ക് ചെയ്തു. ഇനി ആ ഒരു നെക്കിന്റെ ഷേപ്പ് ഞാൻ ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ബാക്ക് നെക്കും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ബാക്ക് പോർഷൻ മാത്രം എടുത്തിട്ട് ഇതുപോലെ എടുത്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഈ ഒരു അടിഭാഗത്തെ പീസിൽ കട്ട് വരാൻ പാടില്ല കേട്ടോ. ഈ ഒരു പീസ് മാത്രം എടുത്തിട്ട് ഈ ഒരു മുകൾ ഭാഗം മുതൽ അടിവരെ നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നിങ്ങൾ കട്ട് ചെയ്യരുത്, ഇവിടെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഈ വരച്ചേക്കണ മാത്രം അങ്ങ് കട്ട് ചെയ്ത് പോവാം. അങ്ങനെ നമ്മൾ ബാക്ക് പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്ക് പോർഷൻ മാത്രം അങ്ങ് മാറ്റി വയ്ക്കുക കേട്ടോ. ഇവിടെ ഒന്നും അനക്കാൻ നിൽക്കണ്ട. ഇനി നമുക്ക് സ്ലീവ് ആണ് കേട്ടോ കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു ബാക്ക് പോർഷൻ മാറ്റി വയ്ക്കുകയാണ്.
ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം കേട്ടോ. സ്ലീവ് ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഒരുമിച്ചാണ് കട്ട് ചെയ്യണേ. അതിനായിട്ട് ഞാൻ ഈ ഒരു തുണി ഒന്ന് അടുപ്പിച്ചിടുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു അറ്റത്തുനിന്ന് ഞാൻ ഇങ്ങോട്ട് എനിക്ക് വേണ്ട സ്ലീവിൻ്റെ ലെങ്ത്ത് 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെയാണ് 6.5 ഇഞ്ച് വരുന്നത്. ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. നേരെ അടിയിലേക്ക് ഞാൻ സ്ലീവിൻ്റെ വിഡ്ത്ത് 9.5 ഇഞ്ചാണ് കേട്ടോ കൊടുക്കണേ. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ഞാൻ 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എവിടെയാണ് 9.5 ഇഞ്ച് വരുന്നത് ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് പോയിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പോയിന്റിൻ്റെ ഇവിടുന്ന് നേരെ ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എവിടെയാണ് 3 ഇഞ്ച് വരുന്നത് ഞാൻ അവിടെ അങ്ങ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് അങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സ്ലീവ് ഓപ്പണിൻ്റെ അവിടെ ഞാനൊരു 7.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് 7.5 ഇഞ്ച് വരുന്നത്. അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു പോയിന്റും നമുക്ക് കണക്ട് ചെയ്ത് വരയ്ക്കാം കേട്ടോ. അപ്പം ഇതോട് കൂടിയിട്ട് നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 2 സ്ലീവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ സ്ലീവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ബാക്കിയുള്ള തുണി ഞാനിവിടെ ടേബിളിൽ വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്തില്ലേ, ആ ഒരു തുണി ജസ്റ്റ് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു നെക്കിൻ്റെ വീതിയും ആ കൈക്കുഴിയുടെ ആ ഒരു കർവും നമുക്ക് വരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ബാക്ക് പോർഷൻ കറക്റ്റായിട്ട് ഈ ഒരു തുണിയുടെ മുകൾ ഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ വീതി കറക്റ്റ് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു കർവ് നമുക്ക് കറക്റ്റായിട്ട് അങ്ങ് വരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഈ ഒരു കർവും നെക്കിൻ്റെ വീതിയും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ യോക്കിൻ്റെ ലെങ്ത്ത് 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ഞാൻ ഈ ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി അടുത്തതായിട്ട് ഈ ഒരു ആംഹോൾ നമ്മൾ വരച്ചില്ലേ, അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് ഈ ഒരു അറ്റത്ത് നിന്ന് ഇങ്ങോട്ട് ഒരു 3 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ആ 3 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ആ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു യോക്കിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഞാനിവിടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അടിയിലും ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. ഇനി ഇതിനെ ഒന്ന് ബോക്സ് പോലെ വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള നെക്കിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ഷേപ്പാണ് കേട്ടോ നെക്കിന് കൊടുക്കുന്നത്. അങ്ങനെ ഫ്രണ്ട് നെക്കിൻ്റെ ഷേപ്പും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പീസ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഈ ഒരു ഫ്രണ്ടിൽ യോക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് ഞാൻ ഈ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നോക്കുക, ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു സ്ലീവ് കട്ട് ചെയ്ത് അവസാനിപ്പിച്ചില്ലേ, ആ ഒരു പോയിന്റിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് കേട്ടോ പ്ലീറ്റിനായിട്ട്.
നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് അവസാനിപ്പിച്ചില്ലേ, ആ ഒരു പോയിന്റിലേക്ക് ഈ ഒരു കോർണറിൽ നിന്ന് ഞാൻ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട് നമ്മുടെ പ്ലീറ്റിനായിട്ടാണ്. ഇപ്പം നമ്മൾ കട്ട് ചെയ്തുല്ലോ ഈ ഒരു ചെറിയ പീസ്, ഈ ഒരു ഭാഗം നമ്മുടെ ആംഹോളിന്റെ ബാക്കിയാണ്. ആ ഒരു ബാക്കി നമുക്ക് ഇവിടെ അങ്ങ് വരച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ ഈ പീസ് കറക്റ്റ് ഇതുപോലെ വെച്ചിട്ട് ആ ഒരു ആംഹോളിന്റെ ഷേപ്പ് നമുക്കങ്ങ് വരച്ചെടുക്കാം. അപ്പൊ ഞാൻ കറക്റ്റ് ഇതുപോലെ വെച്ചിട്ട് ആ ഒരു ആംഹോളിന്റെ ബാക്കി ഭാഗം ഈ തുണിയിൽ വരയ്ക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ആംഹോളിന്റെ ബാക്കി ഞാനിവിടെ കർവ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ആംഹോളിന്റെ ഷേപ്പാണ്. ആ ഒരു ഷേപ്പ് കറക്റ്റ് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ നമ്മളത് വരച്ചു കൊടുത്തിരിക്കണേ. അപ്പൊ ഇത്രയും ഭാഗമായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. അപ്പൊ അതിനേക്കാൾ ഞാൻ കുറച്ചും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ ആ ഒരു കർവ് കൊടുത്തിരിക്കണേ. ജോയിന്റ് കൊടുക്കുമ്പോൾ കുറയുമല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടാണ് കട്ട് ചെയ്തിരിക്കണേ. ഇനി നമുക്ക് കറക്റ്റ് ഇതിക്കടെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പ്ലീറ്റിന്റെ ഭാഗം ജസ്റ്റ് ഒന്നും കൂടി ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് ഷേപ്പ് കൊടുത്ത് കട്ട് ചെയ്യാണ്. അങ്ങനെ പ്ലീറ്റിന്റെ ഭാഗത്തെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ ഫ്രണ്ട് പോർഷനിൽ എത്രയാണോ ഫുൾ ലെങ്ത് കിട്ടുന്നത് അത്രയും ലെങ്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളിവിടെ ജോയിൻ ചെയ്ത് വരുമ്പോൾ കുറച്ച് ഇറക്കം കുറയും. അപ്പോൾ ലാസ്റ്റ് തയ്ച്ചതിന് ശേഷം ഞാനത് കട്ട് ചെയ്ത് റെഡിയാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എത്രയാണോ ലെങ്ത് കിട്ടുന്നത് അത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഫ്രണ്ടിൽ ലെങ്ത് എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വേറൊരു ടിപ്പ് പറയാം. ഇപ്പോൾ കുറച്ചുകൂടി ഹൈറ്റ് ഉള്ള ഒരാൾക്കാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് 4 മടക്കുമല്ലോ, അതിന് പകരമായിട്ട് നമ്മൾ ബാക്ക് പോർഷനിൽ കറക്റ്റ് എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടേ അത് വെച്ചിട്ട് ജസ്റ്റ് ഹാഫായിട്ട് മടക്കുക. അപ്പോൾ അവിടെ ബാക്കി വരുന്ന തുണി നമുക്ക് ഫ്രണ്ടിലേക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു ഏറ്റക്കുറച്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് ലെങ്ത്തിലേക്ക് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതോട് കൂടിയിട്ട് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.